5 പേർക്ക് പുതുജീവനിലേക്ക് മരണത്തിന് കീഴടങ്ങിയ പാലാ മുണ്ടുപാലം പുത്തേട്ടുകുന്നിൽ റോസമ്മ ലഹാനാന്റെ സംസ്കാരം വ്യാഴാഴ്ച 3 മണിക്ക് പാലാ ആലമ്പള്ളിയിൽ നടക്കും. കഴിഞ്ഞ 5-ാം തീയതി രാത്രി ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ സാധനം വാങ്ങാൻ കടയ്ക്ക് മുമ്പിൽ നിർത്തിയ ഓട്ടോയ്ക്ക് പിന്നിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചായിരുന്നു അപകടം. 66-കാരിയായ റോസമ്മയുടെ വൃക്കകൾ, 2 നേത്രപടലം എന്നിവയാണ് ദാനം ചെയ്തത്. കാരിത്താസ് ആശുപത്രിയിലും അമൃത ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമുള്ളവർക്കായാണ് അവയവങ്ങൾ ദാനം ചെയ്തത്. റോസമ്മയുടെ ജന്മനാടായ ഏറ്റുമാനൂരിലുള്ള ബന്ധുക്കൾ, സഹപ്രവർത്തകർ എന്നിവർ ആശുപത്രിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കാരിത്താസ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിനു കാവിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തിയ ശേഷമാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി പാലായിലേക്ക് കൊണ്ടുപോയത്. 5 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോകുക. തീർച്ചയായിട്ടും ഈ ഒരു വിഷമ സന്ധിയിലും പ്രതിസന്ധിയിലുമൊക്കെ ഇങ്ങനെയൊരു വലിയ നന്മ ചെയ്യുവാനായിട്ട് മനസ്സ് കാണിച്ച കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ദിവസത്തിൽ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. തീർച്ചയായിട്ടും കാരിത്താസ് ആശുപത്രിയും അറിയിച്ചതിന് കാരണം ഇവിടെയും ഒരു പേഷ്യൻറ്റിന് ലിവർ നൽകുവാനായിട്ട് സാധിച്ചു. റോസമ്മ ഏറ്റുമാനൂർ ചെറുവാണ്ടൂർ സ്വദേശിനിയായിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ സഹോദര ഭാര്യ മുനിസിപ്പൽ കൗൺസിലർ വിജി ഫ്രാൻസിസ്, മുനിസിപ്പൽ കൗൺസിലർ ബിവീഷ്, കേരള കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് CB വേട്ടൂർ, ജോർജ് പുളിങ്കാട് എന്നിവരും എത്തിയിരുന്നു. മൃതദേഹത്തിൽ കേരള സർക്കാരിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലെ മൃതസഞ്ജീവനി പ്രതിനിധികൾ റീത്ത് സമർപ്പിച്ചു. വളരെ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്ന ചേച്ചി ഇന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. പാലായി വെച്ച് ഒരു ഓട്ടോറിക്ഷയ്ക്കിട്ട് കാറ് വന്നിരിക്കുകയും തത്സമയം തന്നെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം അതിനുശേഷം ഡോക്ടർ കാരിത്താസിൽ കൊണ്ടുവന്ന് വെന്റിലേറ്ററിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു അവയവദാനത്തിന് താല്പര്യമുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ആലോചിച്ച ശേഷം മക്കൾ 3 പേരും ഭർത്താവും കൂടെ കൂടി എഴുതി കൊടുത്തു. അവയവങ്ങൾ ദാനം ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. പിള്ളേർ പറഞ്ഞത് മമ്മിയിലൂടെ മറ്റ് 5 ജീവനുകൾക്ക് ജീവൻ നൽകാൻ സാധിക്കുമെങ്കിൽ അത് മമ്മിയുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും വളരെ സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. ഈ 5 അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ മമ്മി ആ 5 പേരിലൂടെ മുന്നോട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് 5 അവയവങ്ങളും ദാനം ചെയ്തു. റോസമ്മ ചേച്ചിക്ക് ജന്മനാടിൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ കാരിത്താസിൽ എത്തിച്ചേർന്നത്. നമുക്കറിയാം, അവയവദാനം ചെയ്തതിലൂടെ മറ്റ് 3-5 പേർക്കുള്ള ജീവനുകളും അവരുടെ അവയവങ്ങൾക്ക് വീണ്ടും ഈ സമൂഹത്തെ കാണാനും സാധിക്കുന്നു. റോസമ്മ ചേച്ചിയുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആദരാഞ്ജലി അർപ്പിക്കുന്നു.